ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാപ്പില്ല. കശ്മീരിൽ അശാന്തി പടർത്താനെത്തിയ കൊടും ഭീകരർക്ക് വഴികാട്ടാൻ തുനിഞ്ഞിറങ്ങിയവർ അതിപ്പോൾ രാജ്യത്തിനകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അവരെ കാത്തിരിക്കുന്നത് വൻ ശിക്ഷകളാകും. ഇപ്പോഴിതാ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി കശ്മീർ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുകയാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 4 ജീവനക്കാരെയും സർക്കാർ പിരിച്ചുവിട്ടു. ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടായെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. പോലീസ് കോൺസ്റ്റബിൾമാരും അതേപോലെ ഗ്രാമവികസന പഞ്ചായത്ത് രാജ് വകുപ്പിലെ ജീവനക്കാരിൽ ചിലരെ പിരിച്ചുവിട്ടത്. പാകിസ്ഥാനിലെ ISIക്കും അതേപോലെ തന്നെ മറ്റ് സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവർ എന്നാണ് വിവരം. ഇവർക്കെതിരെ നിരവധി തെളിവുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു. പാക് അതിർത്തിയിൽ മയക്കുമരുന്ന് കടത്തുകാരുമായി ബന്ധം സ്ഥാപിച്ചതിനും അതിർത്തിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന നാർക്കോ ടെററിസ്റ്റ് സിൻഡിക്കേറ്റ് നേതാക്കളുമായി ബന്ധപ്പെടുന്നതിന്റെയും തെളിവുകളും കിട്ടിയിരുന്നു. ജമ്മു കശ്മീരിൽ ഭീകരാക്രമണങ്ങളുടെ പരമ്പര തുടരുകയാണ്. വലിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ജൂലൈ 16-ന് ദോഡയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചതിന് ശേഷവും നിരവധി ആക്രമണങ്ങൾ നടക്കുകയാണ്. ആക്രമണങ്ങൾക്ക് പഞ്ഞമില്ല. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമണം നടത്താൻ ഭീകരർ നിരവധി ഗ്രൂപ്പുകളായി തിരിഞ്ഞുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഭീകരവാദം ലോകമെമ്പാടും വലിയ കരനിഴൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. സിവിലിയന്മാരെ ലക്ഷ്യമിട്ടുള്ള ഏകോപിത ആക്രമണങ്ങൾ മുതൽ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ വരെ തീവ്രവാദ ഗ്രൂപ്പുകൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് അക്രമവും ഭയവും ഒക്കെ അഴിച്ചുവിടുകയാണ്. തീവ്രവാദത്തെ ചെറുക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം കുതിച്ചുയരുമ്പോൾ അതിന്റെ വ്യാപ്തിയും തന്ത്രങ്ങളും നിരന്തരമായ ജാഗ്രതയും പൊരുത്തപ്പെടുത്തലും ആവശ്യപ്പെടുന്നുണ്ട്. ഭീകരവാദവുമായി പൊറുതിമുട്ടിയ ഒരു നീണ്ട ചരിത്രമുള്ള രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. സവിശേഷമായ വെല്ലുവിളികളെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. ജമ്മുകശ്മീരിലെ അസ്വാസിമുള്ള മേഖലയിൽ ഇത് പ്രത്യേകിച്ചും പ്രകടമാണ്. മുമ്പ് തീവ്രവാദം കുറവുള്ള ജില്ലയായ റിയാസിയിൽ തീർത്ഥാടകർക്ക് നേരെ അടുത്തിടെ നടന്ന ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ സമാധാനത്തിന്റെ ദുർബലതയാണ് തുറന്നു കാട്ടുന്നത്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ്. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയുന്നതിനും ഭീകര ശൃംഖലകളെ തകർക്കുന്നതിനും കർശനമായ സുരക്ഷാ നടപടികൾ നിർണായകമാണ്. അടിസ്ഥാനപരമായ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ശക്തമായ സുരക്ഷാ നടപടികളും സംയോജിപ്പിക്കുന്ന ഒരു സമഗ്ര തന്ത്രത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് തങ്ങളുടെ പൗരന്മാർക്ക് ശാശ്വതമായ സമാധാനവും സുരക്ഷിതത്വവും കൈവരിക്കാൻ കഴിയൂ. ഇന്ത്യയിലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടക്കൂട് എന്താണ്? അതിലേക്ക് വരികയാണെങ്കിൽ, ഭയം ജനിപ്പിക്കുന്നതിനും രാഷ്ട്രീയമോ മതപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമായി പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് നേരെ ബോധപൂർവവും നിയമവിരുദ്ധവുമായ അക്രമത്തിന്റെയും ഭീഷണിയുടെയും ഉപയോഗമാണ് തീവ്രവാദം. ഭയം, അനിശ്ചിതത്വം എന്നിവയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരുകളെയോ സമൂഹങ്ങളെയോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. സീറോ ടോളറൻസ് നയത്തോടെയാണ് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ശക്തമായി നിലപാട് പുലർത്തുന്നത്. എന്നിരുന്നാലും തീവ്രവാദത്തിന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിർവചനങ്ങളൊന്നുമില്ല. ഇത് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളായി വർഗീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഈ അവ്യക്തത ഭീകരർക്ക് ഒരു നേട്ടം നൽകുകയും ചില രാജ്യങ്ങളെ ആഗോള സ്ഥാപനങ്ങളിൽ നിശബ്ദത പാലിക്കാനും വീറ്റോ ചെയ്യാനും പ്രാപ്തരാക്കുന്നു. ഇന്ത്യ നേരിടുന്ന പ്രധാന ഭീകരവാദവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറയേണ്ടത് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ്. അയൽ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുമായി ഇന്ത്യ പോരാടുകയാണ്. കൂടാതെ റിയാസിയിലെ ആക്രമണങ്ങൾ പോലെയുള്ള സമീപകാല ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് പരമ്പരാഗതമായി തീവ്രവാദ ബാധിത പ്രദേശങ്ങളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ വർദ്ധിച്ച സുരക്ഷാ സമ്മർദ്ദം അവരെ കൂടുതൽ പെരിഫറൽ മേഖലകളിലേക്ക് തള്ളിവിടാൻ ഇടയാക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷ തീവ്രവാദം അടുത്തത് പറയണം. അതായത് നക്സലൈറ്റ് കലാപം എന്നറിയപ്പെടുന്ന LWE പ്രസ്ഥാനം ഇന്ത്യക്ക് നിരന്തരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വിമത ഗ്രൂപ്പുകൾ സജീവമാണ്. അക്രമത്തിലും കൊള്ളയടിക്കലിലും വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതിലും ഇവർ ഏർപ്പെടുന്നു. 2010-നെ അപേക്ഷിച്ച് 2022-ൽ LWEയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളുടെ എണ്ണം 76% കുറഞ്ഞത്. എന്നിരുന്നാലും പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ അടുത്തിടെ നടന്ന സംഭവം എടുത്തു പറയേണ്ടതാണ്. വിഘടനവാദ പ്രസ്ഥാനങ്ങളും തീവ്രവാദവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പോയിന്റാണ്. വടക്കുകിഴക്കൻ പഞ്ചാബ് എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങളെയും തീവ്രവാദത്തെയും ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ തീവ്രവാദ പ്രശ്നം തീർത്തും സങ്കീർണമാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ കലാപത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. റാഡിക്കലൈസേഷനും ഓൺലൈൻ പ്രചരണവും മറ്റൊരു പ്രധാന പോയിന്റാണ്. സമൂലവൽക്കരണത്തിന്റെ ഉയർച്ച, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തീവ്രവാദ ആശയങ്ങളുടെ വ്യാപനം ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്തായാലും അതിർത്തിയിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്ന ഭീകരവാദികളെ തുടച്ചു നീക്കാൻ ഇന്ത്യ അക്ഷീണ പ്രയത്നത്തിൽ തന്നെയാണ്. അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ
അതെല്ലാം ഇന്ത്യ ചെയ്യുക തന്നെ ചെയ്യും. ദേശവിരുദ്ധതയ്ക്ക് ഇന്ത്യ ഒരു കാലത്തും മാപ്പ് കൊടുക്കില്ല. അവർക്കെതിരെ ശക്തമായ നീക്കങ്ങൾ തന്നെയാകും എടുക്കുക.